സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 4 മരണം. ഇടുക്കി പാമ്പാടും പാറയിൽ മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കോഴിക്കോട് വടകരയിൽ ബൈക്കിൽ തെങ്ങുവീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. തൃശൂരിൽ മോട്ടോർ പമ്പിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. മലപ്പുറം വാലില്ലാപ്പുഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് പരിക്ക്. തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിൽ മരം വീണു. ഊട്ടി കാണാനെത്തിയ 15-കാരൻ മരം വീണ് മരിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. പൂജപ്പുര ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ. അഫാൻ അതീവ ഗുരുതരാവസ്ഥയിൽ. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ കപ്പലിൽ നേരിയ എണ്ണച്ചോർച്ച. പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി കോസ്റ്റ് ഗാർഡ്. കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരത്ത് എത്തിയേക്കും. കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ളത് 13 കണ്ടെയ്നറുകൾ. കണ്ടെയ്നറുകൾ തീരത്തെത്തിയാൽ തുടരുതെന്ന് ജാഗ്രതാ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്. ജൂൺ 23-ന് ഫലപ്രഖ്യാപനം. നാളെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. തെരഞ്ഞെടുപ്പിന് ഇനി 24 ദിവസം. ഉപതെരഞ്ഞെടുപ്പ് PV അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. നിലമ്പൂരിൽ LDF വൻ കുതിപ്പ് നടത്തുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് UDF തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. UDFന് വേണ്ടി ആര് മത്സരിച്ചാലും പിന്തുണയ്ക്കുമെന്ന് PV അൻവർ. NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. മൂന്നാറിൽ തെരുവുനായ ആക്രമണം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ. പാലക്കാട് വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മരിച്ചത് കയറംകാട് സ്വദേശി അപ്പുക്കുട്ടൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സന്ദേശം ഓരോ കുടുംബങ്ങളിലും എത്തിയെന്ന് പ്രധാനമന്ത്രി. പരാമർശം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ. ലോകമെമ്പാടുമുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ആവേശം പകർന്നെന്നും മോദി.